ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ, ബുൾസൈ, ദോശ, ചട്നിയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ ലഞ്ചൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ ഉടനെ 1 മണിയൊക്കെ ആയപ്പോൾ റിസ്കരിച്ച് അങ്ങനെ ഇറങ്ങി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, റോസ് ആൻഡ് മാംഗോ റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ കയറിയിട്ട് ലഞ്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇവരെല്ലാവരും രാവിലെ കഴിച്ചതാണ്, അതുകൊണ്ട് ഇവർക്ക് നല്ല വിശപ്പുണ്ട്. മക്കൾ നേരത്തെ തന്നെ ചിക്കൻ്റെയും കോണിൻ്റെയും സ്വീറ്റ് കോൺ സൂപ്പില്ലേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹംദാൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഹംദാൻ എന്താണോ വാങ്ങണത് അത് തന്നെ ഹാറൂനും വേണം, അങ്ങനൊരു പരിപാടി ഉണ്ട്. അങ്ങനെ അവർക്ക് 1/2 സൂപ്പ് പറഞ്ഞു. പിന്നെ ഹംദാന് ചിക്കൻ ബിരിയാണി, കാക്ക ബീഫ് ബിരിയാണി, പിന്നെ ഞാൻ മീൽസാണ് കേട്ടോ പറഞ്ഞത്. ബാക്കി പിള്ളേർക്ക് നമ്മുടെ തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അവർക്ക് അത്രയും മതിയാവും കേട്ടോ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. മീൽസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല, എന്നിട്ടും അടിപൊളിയായിരുന്നു. കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പോടുകൂടി ഒരു ദിവസം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരീക്കൽ വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 3/4 മണിക്കൂറൊക്കെ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് വണ്ടി ഓടിക്കാനായിട്ട് അത്യാവശ്യം മടിയുള്ള ഒരാളാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണേ. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. ഇക്ക ഓൾറെഡി അവിടെ പോയതാണ്. ഇക്ക വന്ന ആ സൺഡേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ നല്ല ഭംഗി, നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീക്ക് ഡേ ആണ് സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ പിള്ളേരെല്ലാവരും ഇക്കാടെ വീട്ടിലെ പിള്ളേരൊക്കെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ സ്കൂളുള്ളതുകൊണ്ട് ആണ് കേട്ടോ വിളിക്കാതിരുന്നത്. പിന്നെ വീക്ക് ഡേ പോകുമ്പോൾ ആളുകൾ കുറവായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീക്ക് ഡേ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് പിള്ളേരെയൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. നമുക്ക് ലേഡീസിനൊക്കെ ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കായും പിള്ളേരൊക്കെ അവിടെയൊക്കെ നിന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 3-4 ഫാമിലി അത്ര ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം. ഒരു കാടിൻ്റെ നടുവിലായിട്ട് കുറച്ചൊന്ന് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങാനുണ്ട്. ഞാൻ കുഞ്ഞിനെയായിട്ട് ആദ്യം ഇറങ്ങി, പിന്നെ അവൻ ഹംദാൻ്റെ കയ്യിലേക്ക് ചാടി കേട്ടോ. താഴേക്ക് ചെന്നപ്പോൾ മൂപ്പര് സത്യം പറഞ്ഞാൽ ഞെട്ടി. ആള് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു ഇറങ്ങാതെ. പിന്നെ ഇക്കാരെ കണ്ടപ്പോൾ ഇക്ക അങ്ങനെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ വെള്ളത്തിലേക്ക്. ആദ്യമൊക്കെ കുറച്ച് പേടിയായിരുന്നു, പിന്നെ ആളതങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. മുകളിൽ നിന്ന് നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം. ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെ വെള്ളം കുറവായിരിക്കും എന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്, അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞത്. പിന്നെ എന്തായാലും നല്ല വെള്ളമായിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ദുബായിൽ ആ ചൂട് ഒഴുക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ പൊതുവെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാറേ ഇല്ല, പക്ഷേ ഇത്തവണ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാനും ഇറങ്ങി. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ പർദ്ദ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആളുകളും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാനും ഫ്രീ ആയിട്ട് ഇറങ്ങി. നന്നായിട്ട് എന്നെ എൻജോയ് ചെയ്തു. താഴെ ചെറിയ ചെറിയ മീനുകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കാലിൽ. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല, പിന്നെ നോക്കിയപ്പോഴാണ് മീനുകൾ വന്ന് കാലിൽ കുത്തുന്നുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ വീക്കെൻഡ് എന്തായാലും സെലക്ട് ചെയ്യേണ്ട, കാരണം വീക്കെൻഡ് അവിടെ ഒട്ടും സ്പേസ് ഉണ്ടാവില്ല, നിറച്ച ആളുകളായിരിക്കും. അപ്പോൾ വീക്ക് ഡേയ്സ് പോകാൻ പറ്റുമെങ്കിൽ അടിപൊളി തന്നെയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ലേഡീസിന് ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യവും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നീറ്റൊന്നും അല്ല കേട്ടോ. നമ്മളുടെ ആവശ്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം എന്ന് മാത്രം. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാനൊക്കെ ആയിട്ട് ഒരു സ്പേസ്, അത്രേ ഉള്ളൂ. ഇതാണ് ടോയ്ലറ്റും ഡ്രസ്സ് മാറാനുള്ളൊക്കെ ഒരു ഏരിയ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു 1.5-2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ മാറി. അപ്പോഴാണ് ഇക്കായാണ് കേട്ടോ പിള്ളേരെ ഡ്രസ്സ് എടുത്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഡ്രസ്സുകൾ മിസ്സിങ് ഉണ്ട്. ഹാറൂന് ഷർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ കയറി ചായയൊക്കെ കുടിച്ച് ഹാറൂന് അവിടെ നിന്ന് ഷർട്ടൊക്കെ വാങ്ങി. അപ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ പോലെ ഹംദാന് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറുകയും ചെയ്തു. ഇവരൊക്കെ അത് ഐസ്ക്രീമൊക്കെ തട്ടുന്നുണ്ട്. ഞാനൊരു ചായ കുടിച്ചു.
ഇക്കായും ചായ കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പല 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 തട്ടുകളായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾസിലേക്ക് വെള്ളം വരിക. അപ്പോൾ ചില സമയങ്ങളിൽ ഡ്രൈ ആയിരിക്കും, ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ തവണ നല്ല വെള്ളവും ഒഴുക്കൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ തൊട്ടടുത്തായിട്ട് ബേർഡ്സിൻ്റെ അരീക്കൽ എക്സോട്ടിക് പാർക്ക് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേർഡ്സ് ഫാൻസ് ആണല്ലോ ഇവിടെ എല്ലാവരും. ഇക്കാക്കും ഹംദാനും ഹാറൂൻ്റെ ഒക്കെ ഫേവറേറ്റ് പാർട്ടാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പാരറ്റ്സ് മാത്രം ഒരു ഇതിൻ്റെ അകത്താണ്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ എല്ലാവരും കൂടി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പറന്നു വരും കേട്ടോ. 2-3 ടൈപ്പ് ബേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ലോറി ബേർഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സെക്ഷൻ വേറെയാണ്, ഇവരുടെ സെക്ഷൻ വേറെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇണക്കാണ്. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ വേഗം നമ്മുടെ കയ്യിലേക്ക് അങ്ങനെ പറന്നു വരും. പിന്നെ കുറച്ച് ആനിമൽസ് വേറെ, റാബിറ്റും ചെറിയ വൈറ്റ് ടൈപ്പ് എലി ഉണ്ടല്ലോ അത്, പിന്നെ 2-3 സ്നേക്ക്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഒരു ഏരിയയിലുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വലിയൊരു ഇതേപോലത്തെ ഒരു പാരറ്റ് ഉണ്ടല്ലോ, അത് 2-3 ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ലോറി ബേർഡ്സ്, അത് മാത്രം സെപ്പറേറ്റഡ് ആണ് കേട്ടോ. അവർക്ക് ഈ പാരറ്റ് കഴിക്കുന്ന ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ അടുത്ത് ദുബായിലുണ്ടായിരുന്നതാണ് കേട്ടോ ലോറി ബേർഡ്. അത് പെട്ടെന്ന് അങ്ങനെ ചത്തുപോയി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഈ ലോറി ബേർഡ്സിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. റെഡ് കളറിൻ്റെ ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്നാണ് കേട്ടോ പറയണേ. റെഡും ബ്ലാക്കും യെല്ലോയും മിക്സ് ചെയ്തിട്ടുള്ള ബേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് റെഡ് ലോറി എന്നാണ് കേട്ടോ പറയണേ. ബ്ലൂവിന് ബ്ലൂ ലോറി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേരൊക്കെ. അപ്പോൾ ഹാസിമ് പതിവ് പോലെ കരയുന്നുണ്ട് ആൾക്ക് ബേർഡിനെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളുടെ കയ്യിലേക്ക് ആരും പറന്ന് ചെല്ലണില്ല കേട്ടോ. പിന്നെ താഴെ നിന്ന് കരയുന്നുണ്ട്, നമ്മളത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കുറേ നേരം ഇവരൊക്കെ ഫീഡ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. പിന്നെയും കുറച്ച് യാത്ര ഉണ്ടായി. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. അങ്ങോട്ടേക്ക് ആയപ്പോൾ എന്തായാലും രാത്രിയായി, ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ പോണ വഴിക്ക് തന്നെ നമ്മൾ ഡിന്നർ കഴിച്ചു. പിന്നെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇക്കായൊക്കെ ആകുമ്പോൾ 1.5 സ്പീഡിലാണല്ലോ പോണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് എന്നാലും ഒരു 9 മണിയൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം നമുക്കൊരു ലഞ്ച് ഉണ്ട് കേട്ടോ. എൻ്റെ വാപ്പാടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് പറവൂര്. വാപ്പാക്ക് 4 സിസ്റ്റർമാരാണ് കേട്ടോ. 2 പേര് നെടുവന്നൂര് തന്നെയുണ്ട്, ഒരാൾ കാലടി, ഒരാൾ പറവൂര്. അപ്പോൾ ഏറ്റവും ഇളയ അമ്മായിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതും. കല്യാണം കഴിഞ്ഞിട്ടല്ല, അതിനു മുമ്പും അന്നും ഇന്നും എന്നും ഒരുപോലെ എന്ന് പറയുന്ന പോലെ നമ്മളുടെ അതേ വൈബുള്ളൊരു അമ്മായിയാണ്. അമ്മായി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താണ് ഇപ്പോഴും ആള് മധുരപ്പതിനെട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇളയ അമ്മായിയുടെ വീട്ടിൽ ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെല്ലാൻ പറഞ്ഞിട്ട്. എല്ലാ സമയത്തും നമ്മൾ വരുമ്പോൾ നമ്മളെ ഭക്ഷണത്തിനൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലും പോയി നിൽക്കാൻ അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾ ആയായാണ്. ആയാന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഏത് ജനറേഷനിലുള്ള മക്കളാണെങ്കിലും വീട്ടിലെല്ലാവരും ഒരേപോലെ അമ്മായിനെ ആയാന്നാണ് വിളിക്കണേ. അത് ഏറ്റവും മൂത്ത ചെറുതിലെ വിളിച്ച് ശീലമായതാണ്. പിന്നെ വരുന്നവരെല്ലാവരും അത് തന്നെ ഫോളോ ചെയ്ത് ഇപ്പം എല്ലാവർക്കും അമ്മായി ആയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം കേട്ടോ, കൊതുകിൻ്റെ ശല്യമായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ആൾ വന്നതാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പം കൊതുകിൻ്റെ ശല്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കൊതുകിൻ്റെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നതാണ്. വീടിൻ്റെ അകത്തും ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്, രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ നാത്തോനും മോളും അവളൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 2 വണ്ടി പോവാം. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കയറിയതാണ് കേട്ടോ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോൾക്ക് വയറുവേദനയൊക്കെ ആയിട്ട് വയ്യാതിരിക്കണോണ്ട് അവർ 2 പേരും ഇല്ലയെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഇത്താത്തയുടെ കൂടെ അങ്ങനെ പോവുകയും ചെയ്തത്. അപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള വഴി ഭയങ്കര ചെറുതാണ് കേട്ടോ, നമുക്ക് പേടിയാവും ആ വഴി വണ്ടി എടുക്കാൻ തന്നെ. അപ്പം ഇത്താത്ത പുറത്താണ് കാർ ഇട്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊന്ന് നടന്ന് കാറിലെത്തിയിട്ട് ഞങ്ങളങ്ങനെ പോവുകയും ചെയ്ത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് നേരം തുനൊക്കെ ആയിട്ട് കത്തിയിടിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് സമയം പോയി. അവിടെ നിന്ന് ഒരു 12 മണി ഒക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ നേരെ പറവൂർക്ക്. ഇത്താത്ത നെടുവന്നൂരിൽ നിന്നും ഞാൻ കളമശ്ശേരിയിൽ നിന്നുമാണ് കേട്ടോ.
എന്നിട്ട് ഇക്കയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ജോയിൻ ചെയ്തതാണ് ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ വേറെ കൊച്ചാപ്പാടെ മോളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ മാത്രമായിട്ടാണ്. പിന്നെ എൻ്റെ കൂടെ ഹംദാനില്ല, ഹാറൂനും ആസിമും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴി NHന്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലായിടവും റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പേടിയാവും. കുളത്തിലേക്ക് ചാടുന്ന പോലെയാണ്, വലിയ വലിയ കുഴികളൊക്കെ ആയിട്ട്. അപ്പം ഇത്താത്ത അവിടെ നിന്ന് പോരുന്ന സമയത്ത് അമ്മായിയുടെ മോളുടെ അടുത്ത് കയറി യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോരുന്നത്. അപ്പം അവർ ഇന്ന് വരുമെന്ന് ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. ഇത്താത്ത പോന്നേ പിന്നെയാണ് അവരവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്താത്തക്ക് സർപ്രൈസായി, അയാളടുത്ത് പോകണമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ആകെ സർപ്രൈസായി. പിന്നെ ഇത്താത്തയുടെ മോള് അവള് UK അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു ബേബീനെയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അവൾ ഈ 4th തിരിച്ചു പോകും. അപ്പോൾ ഹാസിബ് ബേബീനെ കണ്ടിട്ട് അന്തം വിട്ട് കുറേ നേരം നിന്നു. പിന്നെ ഇവിടെ 3 ബോയ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയും ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാസിബിനെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല, അതുമ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി വ്യൂവേഴ്സാണ് ഇവരൊക്കെ കേട്ടോ, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ. അപ്പോൾ കുഞ്ഞുമ്മ ഞങ്ങളെയും വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ആദ്യം ഫുഡ് കൊടുത്തു. ഇവിടെ മന്തി ആയിരുന്നു കേട്ടോ, മന്തി ഓർഡർ ചെയ്തതാണ്. അവരൊക്കെ ഫുഡ് കഴിച്ചു. എനിക്ക് അറിയാമല്ലോ നാടൻ ചോറും കറിയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അയാളുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയും പിന്നെ ചിക്കൻ കറി, പിന്നെ ആയൊരു അച്ചാർ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. ആളുടെ അച്ചാർ കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും നമുക്കങ്ങനെ അങ്ങോട്ട് പിടിക്കില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അയാൾക്കൊരു മോളും ഒരു മോനുമാണ് കേട്ടോ. അപ്പോൾ മോനാണ് 3 ബോയ്സ് ഉള്ളത്. അവൾ ആലുവയിലാണ്. അപ്പോൾ അവളും മക്കളും രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ മൂത്ത മോള് +1 ജെയ്ത്തൂനിലാണ് പഠിക്കണം. അപ്പോൾ അവൾ കുറച്ച് ദിവസം അങ്ങനെ വെക്കേഷൻ കിട്ടിയപ്പോൾ വന്നതാണ്. അവൾക്ക് 10th സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ, 98% ഒക്കെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എത്താത്തൊരു സ്പെഷ്യൽ വാച്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് ബോക്സിലാക്കിയതാണ് കേട്ടോ നേരത്തെ കണ്ടത്. അങ്ങനെ മക്കളുടെ ഫുഡ് അടി കഴിഞ്ഞു, ഞങ്ങളും ഫുഡ് കഴിച്ചു. ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ വന്നും പോയി ഒക്കെ കഴിച്ചു. അപ്പോൾ കുഞ്ഞു ബേബി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് കളിയാണ്. അപ്പോൾ ഓരോരുത്തരും വൺ ഡിമാൻഡാണ് കേട്ടോ അവൾക്ക്. ഈ പ്രായത്തിലുള്ള പിള്ളേർ വീട്ടിലിപ്പോൾ ഇല്ല, എല്ലാവരും വലുതായി. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് എല്ലാവരും കൂടി വണ്ടിയിലിരുന്ന് വിഷ് ചെയ്യണതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അയാളുടെ മോളും പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ നമ്മൾ ആലുവയിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. ഇത്താത്ത നേരെ നെടുവന്നൂർക്ക് പോയി. ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ കളമശ്ശേരിക്ക്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റ് അടിപൊളി റെസിപ്പീസും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.